ഒരു കള്ളന് വേണ്ടി കട്ടയെറിഞ്ഞ് കേന്ദ്രസേനയെ കൊലപ്പെടുത്തുവാൻ പോകുന്ന അക്രമി സംഘത്തോടാണ്. കള്ളൻ ഒരു പക്ഷേ സംഘപരിവാറുമായിട്ടുള്ള രഹസ്യ ബന്ധത്തിന്റെ പേരിൽ മുട്ടിലിഴഞ്ഞോ കുമ്പിട്ട് നിന്നോ ആ കേസിൽ നിന്ന് ഊരിപ്പോരുമായിരിക്കാം. പക്ഷേ കേന്ദ്രസേനയെ കട്ടയെറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ നിങ്ങൾ ഓരോ അക്രമി സംഘത്തിലെ അംഗങ്ങളും അഴിയെണ്ണുമെന്നുള്ള കാര്യം കട്ടായമാണ്. ഇന്ന് രാവിലെ വിജയന്റെ വീട്ടിലും വിജയന്റെ മകൾ വീണ വിജയന്റെ വീട്ടിലും വീണ വിജയന്റെ ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും അടക്കം റെയ്ഡ് നടക്കുന്നതിന്റെ പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്ര വലിയ അക്രമ അഴിഞ്ഞാട്ട അരാജകത്വമാണ് CPMന്റെ അക്രമി സംഘം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ വിജയൻ പറയാറുണ്ട്, എനിക്ക് മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയമില്ല എന്ന്. വഴിയിൽ ഭയമില്ലാത്ത ആള് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൊട്ടേഷൻ സംഘത്തെ ഇറക്കിവിട്ട് അന്വേഷണ സംഘത്തെ ഭയപ്പെടുത്തി കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത്? ഇനിയും കേരളത്തിന് ഇതുവരെ ബോധ്യമായിട്ടില്ലാത്ത, ഈ നാട്ടിലെ അന്വേഷണ ഏജൻസിക്ക് ബോധ്യമായിട്ടില്ലാത്ത ഒരു ചോദ്യം ഇന്ന് വിജയന് വേണ്ടി ആക്രമിക്കാൻ റോഡിലേക്ക് ഇറങ്ങിയ അക്രമി സംഘത്തോട് ചോദിക്കുന്നു. നിങ്ങൾക്കെങ്കിലും പറഞ്ഞു തരാമോ, എന്തിനു വേണ്ടിയിട്ടാണ് വിജയന്റെ മകൾ വീണ വിജയന് കരിമണൽ കർത്തയെ പോലെ ഷെയ്ഡി ക്യാരക്ടറിലുള്ള ഒരു വ്യക്തി 1.72 കോടി രൂപ കൊടുത്തിരിക്കുന്നത്? എന്ത് സേവനം ചെയ്തതിന്റെ പേരിലാണ് വീണ വിജയന്, അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക്, കരിമണൽ കർത്ത മാസപ്പടി കൊടുക്കുന്നതെന്ന് നിങ്ങളെങ്കിലും പറഞ്ഞു തരാമോ? നിങ്ങള് സമരവുമായി ഇറങ്ങുന്ന ചെറുപ്പക്കാരായിട്ടുള്ള CPMന്റെ അക്രമി സംഘത്തിലെ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ജയിലിൽ കിടക്കും, നിങ്ങളുടെ അമ്മമാർ കണ്ണീര് കുടിക്കും മക്കളെ കുറിച്ച് ഓർത്ത്. പക്ഷേ വിജയൻ എപ്പോഴും സ്വന്തം മക്കളെ വളരെ സേഫായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൂത്ത മകനെ വിദേശത്ത് ഒരു കമ്പനിയിൽ വളരെ സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ്. ഇഷ്ടംപോലെ ശമ്പളവും അതിലേറെ കിമ്പളവും കിട്ടുന്നുണ്ട്. മകൾക്ക് മാസപ്പടി കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ജയിലിൽ ഗോതമ്പുണ്ട ഇപ്പോൾ ഇല്ല, ചപ്പാത്തി മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാകണം. വിഷമിക്കുന്നത് നിങ്ങളുടെ കുടുംബമായിരിക്കും എന്നുള്ള ബോധം ഇങ്ങനെ കട്ടയെറിഞ്ഞ് ആളെ കൊല്ലാനായിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാകണം. ഇന്ന് കണ്ട വളരെ ഭീതിജനകമായ ഒരു കാഴ്ചയുണ്ട്. റെയ്ഡ് നടത്തുന്നതിന്റെ പേരിൽ ED സംഘം വാടകയ്ക്ക് എടുത്തിട്ട് വന്നതാണെന്ന് തോന്നുന്നു ഒരു ടാക്സി കാർ. ആ ടാക്സി കാറിന്റെ ചില്ലിലൊക്കെ കട്ടയെറിയുകയാണ്. ആ വണ്ടി ഓടിക്കുന്ന സാധു മനുഷ്യൻ, ഒരു പക്ഷേ അദ്ദേഹം ED ഉദ്യോഗസ്ഥനൊന്നും ആയിരിക്കില്ല, ഏതെങ്കിലും ടാക്സി ഡ്രൈവർ ആയിരിക്കും. അയാൾ ജീവഭയത്താൽ അലമുറയിടുന്നത് നമ്മൾ വളരെ വേദനയോട് കൂടിയിട്ടാണ് കണ്ടത്. കണ്ണൂരിലും തിരുവനന്തപുരത്തും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ പ്രദേശത്തും ഇങ്ങനെ അക്രമം അഴിച്ചു വിട്ടാൽ വിജയൻ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിജയനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വലിയ വർത്തമാനമൊന്നും പറയാതെ ലളിതമായി പറഞ്ഞാൽ മതി. എന്തിനാണ് കരിമണൽ കർത്ത 1.73 കോടി രൂപ വീണ വിജയന് കൊടുത്തത്? അത് പറഞ്ഞാൽ കേസ് തീർന്നു. കേരളം ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് വിജയന്റെ കുടുംബത്തോടൊപ്പം നിൽക്കും. ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ ഉടനെ രാഹുൽ ഗാന്ധിയുടെ കേസുമായിട്ട് വരികയാണ്. രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്, ശരിയാ. രോഗബാധിതയായ ശ്രീമതി സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അതും ശരിയാ. പക്ഷെ അതൊന്നും കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് മാസപ്പടി കൈക്കൂലി വാങ്ങിയ കേസിലല്ല അവരെ ആരെയും ചോദ്യം ചെയ്തത്. അത് കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലായിരുന്നു. പ്രതിപക്ഷത്തുള്ള എല്ലാ നേതാക്കന്മാരെയും വേട്ടയാടുമ്പോഴും വിജയന് വലിയ സംരക്ഷണമായിരുന്നു മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ എല്ലാ കാലത്തും കൊടുത്തു പോന്നിരുന്നത്. ഇന്ന് നടന്ന റെയ്ഡ് പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നുള്ളതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി EDയോട് റെയ്ഡ് നടത്തുവാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ED നടത്തുന്ന റെയ്ഡിനെ ഇങ്ങനെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നത്? നിയമത്തിന്റെ വഴിക്ക് പോയാൽ പോരെ എന്ന് തീരുമാനിച്ചാൽ പോരെ? വിജയനോട് ഞാൻ പേഴ്സണൽ കണക്ക് പറയാം. എനിക്കെതിരെ നിങ്ങളുടെ മെയിലിൽ ഒരു പരാതി വരുന്നു, ഊരും പേരും വാലും തലയും ഒന്നുമില്ലാത്തൊരു പരാതി. ഒരു മൊഴി പോലും രേഖപ്പെടുത്താതെ പിന്നീട് കോടതിക്ക് പോലും എനിക്ക് ജാമ്യം തരുമ്പോൾ നിങ്ങളുടെ പോലീസിനെയും നിങ്ങളുടെ അന്വേഷണ സംഘത്തെയും വിമർശിക്കുന്ന രീതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് പോയിട്ട് ഞാൻ ആ അന്വേഷണ സംഘത്തെ പൂർണ്ണമായ സഹകരണമല്ലേ നടത്തിയത്? ഈ നാട്ടിൽ എത്രയോ മനുഷ്യന്മാർ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്? അപ്പൊ അതിന് കൃത്യമായ കാരണമുണ്ട്, നിങ്ങൾക്ക് നല്ല പേടി തട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വിജയ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഞാൻ കോരന്റെ മകനാണ് എന്ന് പറഞ്ഞാൽ എക്സംഷൻ ഒന്നും കിട്ടില്ല. ഈ രാജ്യത്തെ എല്ലാ മനുഷ്യന്മാർക്കും ഒരേ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. അത് കോരന്റെ മകന് കോരന്റെ ന്യായ സംഹിതയൊന്നും വേറെയില്ല. അപ്പൊ അതുകൊണ്ട് ഈ നാട്ടിൽ ഒരുപാട് മനുഷ്യന്മാർ കരുതി കൂട്ടി വെച്ചിരുന്ന കണക്കുണ്ട്. അത് നിങ്ങൾ ആദ്യമായി മഴുവെച്ച് കൊലപ്പെടുത്തിയ വാടിക്കൽ രാമകൃഷ്ണൻ തൊട്ട് പിന്നീട് നിങ്ങൾ കണ്ണീര് കുടിപ്പിച്ച ഒരുപാട് മനുഷ്യന്മാരുടെ കണ്ണീരിന്റെ കടം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ആ കടമൊന്നും വീട്ടാതെ നിങ്ങൾക്ക് ഈ ജീവിതം അവസാനിച്ചു പോകില്ല എന്നുള്ള നല്ല ബോധ്യം വേണം. അതുകൊണ്ട് ശ്രീ വിജയൻ, ഉളുപ്പ് അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മറ്റുള്ളവർക്കെതിരെ പറഞ്ഞ ഏതെങ്കിലും വാചകം ഓർമ്മയിലുണ്ട് എങ്കിൽ നിങ്ങൾ അടിയന്തരമായി പ്രതിപക്ഷ നേതൃപദവിയും അതുപോലെ തന്നെ ധർമ്മടം MLA പദവിയും രാജിവെച്ചൊഴിയുകയാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ല എങ്കിൽ നിങ്ങൾ ഇന്നലകളിൽ മറ്റുള്ളവർക്ക് നേരെ എറിഞ്ഞ ധാർമ്മികതയുടെ ആ വാക്കുകൾ സ്വയം കെട്ടിത്തൂങ്ങിച്ചാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ക്ലീശയായ ഒരു ഡയലോഗ് ഓർമ്മപ്പെടുത്തുന്നു, നീ ചെയ്തതിനൊക്കെയും
നിന്നോട് ഈ നാട് പകരം ചോദിക്കും. നിന്റെ പ്രവർത്തികൾ ഓരോന്നും നിന്റെ തലമേൽ പതിക്കുക തന്നെ ചെയ്യും. മറക്കണ്ട, ഒന്നും മറക്കാൻ ഈ നാട് ഉദ്ദേശിക്കുന്നു.